ഹായ് എവരി വൺ, മിഘ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കാശ്മീർ വ്ളോഗിലെ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ പഹൽഗാമിൽ നിന്നാണ് കേട്ടോ ഷോപ്പ് ചെയ്തത്. അതായത് നമ്മളൊരു 2 ഡേയും ഒരു നൈറ്റും പഹൽഗാമിൽ ഉണ്ടായിരുന്നു. ഒരു നൈറ്റ് അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയത് പഹൽഗാമിലായിരുന്നു. ശ്രീനഗറിലുണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ മിക്കവാറും ബിസി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാമെന്ന് കരുതി. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് പഹൽഗാം മാർക്കറ്റാണ് ആദ്യം കണ്ടത്. 2 സൈഡും ടൈലൊക്കെ ഇട്ട് സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ട് വലിയൊരു സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. കാശ്മീർ ഹാൻഡ്ലൂം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ തന്നെയുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്ലോത്തും എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സുകളൊക്കെ അവിടുന്ന് ടോപ്പ്, സാരീസ് ഒക്കെ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതല്ലാതെ 1-2 ഐറ്റംസ് നമ്മൾ വേറെയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെയാണ് കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് എല്ലാ ഡ്രസ്സുകളിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രെഡ് വർക്കാണ് കേട്ടോ, നല്ലപോലെ ഉള്ള എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഫുള്ളി അങ്ങനെയായിരുന്നു. ആദ്യം കണ്ട 2 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ബോയ്സിനൊക്കെ പ്ലെയിൻ ഷർട്ടിൻ്റെയൊക്കെ മുകളിൽ ഇടാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ കാശ്മീരി ഷോളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് 2 വാങ്ങിയത് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഷോൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നിയൊക്കെ പോയി. ഒരുപാട് വർഷം ഉപയോഗിച്ചതായിരുന്നു, അത് പണ്ട് ആരോ തന്നതാണ് ഇത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ 2 വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുർത്ത സെറ്റ്, അതായത് ടോപ്പുകളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ടോപ്പുകൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല സൈസിലെടുത്തു, കളർ ചേഞ്ചിലും ആണ് എടുത്തത്. പാറ്റേണൊക്കെ, അതായത് ഈ വർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു മിക്കവാറും ഉണ്ടായിരുന്നത്. 1-2 വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ. പല കളേഴ്സിലും പല സൈസിലുമായിട്ട് എടുത്തു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സൈസ് നോക്കിയിട്ടൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇതാണ്, മെറ്റീരിയലാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. പിന്നെ സൈഡ് ഈ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡിലും നെക്കിൻ്റെ ഭാഗം തൊട്ടിട്ട് താഴെയും സ്ലിറ്റിൻ്റെ സൈഡും ഒക്കെയാണ് ഇവരുടെ വർക്ക് വരുന്നത്. മിക്കവാറും ഒരേ പാറ്റേണിലുള്ള വർക്ക് തന്നെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. എല്ലാതും ഇങ്ങനെ തന്നെ ഈ പാറ്റേണിലുള്ളത് തന്നെയാണ്. കൂടുതൽ സ്റ്റോൺ വർക്കിൻ്റെ അങ്ങനെയൊന്നും കണ്ടില്ല. ഈ ത്രെഡ് വർക്കാണ് കൂടുതലുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ വർക്കിൻ്റെയൊക്കെ ഉണ്ട്, പക്ഷെ അത് കാശ്മീരി ട്രഡീഷണലി ഉള്ളതല്ല, ഡ്രസ്സല്ല. ഈ ത്രെഡ് വർക്കാണ് ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത്. അവർ പറയുന്ന അറിവേ നമുക്കുള്ളൂ കേട്ടോ. പക്ഷെ എന്തായാലും ആ ത്രെഡ് വർക്കൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക്, ഫുൾ ത്രെഡ് വർക്കാണ്. ആ നെക്കിൻ്റെ ഭാഗം തൊട്ടിട്ട് കുറച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് വരെയും ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഭംഗിയുണ്ട്. കളേഴ്സൊക്കെ ചിലതൊക്കെ പേസ്റ്റൽ കളേഴ്സാണ്, ചിലത് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ടോപ്പ് നമുക്ക് ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ആയിട്ടും പെയർ ചെയ്യാമല്ലോ. അങ്ങനെ ചിലത് ഷോർട്ട് ടോപ്പായിട്ടും ഉണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ത്രെഡ് വർക്ക് ഉള്ളതാണ്. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞങ്ങൾ നോക്കിയിട്ട് കുറച്ചധികം പീസ് എടുത്തിട്ട് ഇവിടെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇത് കണ്ട് ഇതിനാണ് ഫുള്ളായിട്ട്. പിന്നെ ഈ കാശ്മീരി ടോപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കൈയല്ല, വലിയ സൈസായിരിക്കും. ഒരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് അവരെല്ലാവരും വെയർ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിൽ കാണുന്നത് മാത്രമല്ല, പുറത്തിറങ്ങിയാലും ഇവരുടെ ഡ്രസ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പോലെ ഭയങ്കര ഷേപ്പായിട്ടൊന്നും അല്ല ഇടുക. അവർ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് ഇടുന്നത്. പിന്നെ കൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3/4 നമ്മളുടെ ഒരു കൈയിൻ്റെ ഒരു ലെങ്ത്തൊക്കെ ഏകദേശം പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഇവരുടെ കൈ എന്ന് പറഞ്ഞിട്ട് പാമ്പിൻ്റെ ഒരു ഹാഫ് ഭാഗം വരെ അവരുടെ കൈ കിടക്കും, അത് ലൂസായിട്ട്. അതുകൊണ്ട് നമ്മളൊരു സൈസ്, നമുക്ക് എത്ര സൈസാണ് ഇവിടെ നോർമലി എടുക്കുന്നത് അതിൻ്റെ ചെറിയ സൈസ് എടുത്താലേ നമുക്ക് പാകാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും തന്നെ കുറച്ച് വലിയ സൈസിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്യാവശ്യം ഓൾട്ടർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളിതുപോലത്തെ സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ ഈ ഒരു മോഡലിലുള്ള സാരി ഞങ്ങളൊരു 4 ഡിഫറെൻറ്റ് കളേഴ്സിലെടുത്തു എന്നേ ഉള്ളൂ. പഷ്മിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ക്ലോത്തിൻ്റെയാണ് സാരീസ് എല്ലാം തന്നെ എടുത്തത്. ഇത് കുറച്ചൊരു ബ്ലാക്കും റെഡും ഒരു ക്രീം കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലൗസ് പീസൊക്കെ വരുന്നതാണ്. ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ മെഷീൻ വാഷ് ഒന്നും പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം തന്നെ. ഉള്ളിൽ എല്ലാ സാരീസിൻ്റെയും ഉള്ളിൽ ബ്ലൗസ് പീസ് ഉണ്ട്. സാരിക്കും അവർ പറഞ്ഞ റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്, എന്നാലും നമ്മളത് ബാർഗെയിൻ ചെയ്തിട്ട് 4 എടുക്കാം 6 എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു 1500 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞങ്ങൾ 4 എണ്ണമാണ് എടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പിന്നെ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. നമ്മളൊരു കവറിൻ്റെ മുകളിലുണ്ടായിരുന്ന ID കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ, കുറച്ച് സ്റ്റാർട്ടിങ് ഭാഗത്തായിട്ട്. ആ ഒരു ID പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സ്.